അടിയായിരുന്നു. കണ്ണിന്ന് പൊന്നീച്ച പറന്നു. നന്ദൻ ഇപ്പൊ കല്യാണിയുടെ കയ്യില, അതിന് യാതൊരു സംശയവും ഇല്ല. അല്ലെങ്കിൽ എന്നെ അടിക്കില്ലായിരുന്നല്ലോ. ഞാൻ എണ്ണ ഒഴിച്ചു പോലും. അങ്ങനെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അവള് മടങ്ങി വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, അവള് പഴയ നന്ദനയല്ല, മാനസാന്തരപ്പെട്ടിട്ട് അവളുടെ വരവെന്ന്. അവളെ ഇനി സൂക്ഷിക്കണം. ഗംഗേ, അവൾ ഇന്നലെ വരെ കാണിക്കാത്ത ധൈര്യം ഇന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ പിന്നിൽ നിന്ന് കളിക്കുന്ന മഹേശ്വരിയുടെ ഉപദേശമായിരിക്കാം. നന്ദന മറുപക്ഷത്തായ സ്വാഭാവികമായും മഹേശ്വരി അമ്മയും നന്ദനയുടെ കൂടെയല്ലേ നിൽക്കൂ. അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? പുകച്ച് പുറത്ത് ചാടിക്കണം. ഈ മഹേശ്വരിയെ ഇവിടുന്ന് പായിച്ചു വിട്ടാ പിന്നെ നന്ദന കൂട്ടിലിട്ട കിളിയെ പോലാവും. ആരും സപ്പോർട്ടിനില്ലാന്ന് കാണുമ്പോ അവള് തനിയെ നമ്മുടെ അടുത്ത് വരും. തൽക്കാലം അതേ ഉള്ളൂ ഏക മാർഗം. അവരെങ്ങനെ ഓടിക്കും? അത് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നടക്കണം. മഹേശ്വരിയെ ഓടിച്ചേ പറ്റൂ. അതിനെന്താ വഴിയെന്ന് പറയാൻ. ഹലോ, ആ മെയിൽ അയച്ചോ? ശരി, ഞാൻ നോക്കിയിട്ട് വിളിക്കാം. മഹേശ്വരി, എന്റെ തട്ടകത്തിൽ വന്നുള്ള നിന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. എന്താ നീ ആലോചിക്കുന്നേ? ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ. ഒരു വെടിക്ക് രണ്ട് പക്ഷിയോ? വെടിയറച്ചു നിന്ന കാലം മറന്നു. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളാ മനസ്സ് നിറയെ. അങ്ങനെയാണെങ്കിൽ അതിലൊരു ചോദ്യം ഉത്തരവും ഞാൻ തന്നെ പറയാം. നീ എണ്ണയിൽ ചവിട്ടി വീഴാൻ പോയപ്പോ നന്ദൻ എന്തിനാ പിടിച്ചത്? എന്തിനാ അവള് ജയന്തിയെ അടിച്ചത്? അതിന്റെ ഉത്തരം ആരെന്ത് പറഞ്ഞു? അവന്റെ ഏട്ടത്തിയമ്മയെ അവന്റെ ഭാര്യ അംഗീകരിച്ചു തുടങ്ങിയെന്ന്. അതല്ല വലിയ കുഞ്ഞെ. ഒരു 100 ചോദ്യങ്ങളുണ്ട് എന്റെ മനസ്സിൽ. ഞാൻ അച്ഛന് കൊടുത്ത ഗുളിക അതെങ്ങനെയാ മാറിയേ? ഇങ്ങനെ തുടങ്ങി. അതാണ് എനിക്ക് ഉത്തരം കിട്ടാത്ത മറ്റൊരു ചോദ്യം. മറ്റൊരാളുമായി എന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഗംഗയുമായിട്ട് വല്യകുഞ്ഞിന്റെ കല്യാണമോ? അതും രണ്ടിടത്ത് വെച്ച്. എന്റെ കല്യാണം ഓഡിറ്റോറിയത്തിലും വല്യകുഞ്ഞിന്റേത് വീട്ടിലും. മാത്രമല്ല, എന്റെ കല്യാണം കഴിഞ്ഞിട്ടാ വല്യകുഞ്ഞിന്റെ കല്യാണം. അപ്പൊ എങ്ങനെയാ വല്യകുഞ്ഞ് അതോർത്ത് സന്തോഷിക്കുക? കല്യാണി, ദേ നോക്ക്, എല്ലാം ശരിയാവും. ഞാൻ നിനക്ക് വാക്ക് തന്നതാ നിന്റെ കഴുത്തിൽ താലി കെട്ടുമെന്ന്. അത് ഞാൻ പാലിച്ചിരിക്കും. ഇനിയുണ്ട് മറ്റൊരു ചോദ്യം. തീരുമാനിക്കട്ടെ. എല്ലാത്തിനും ചേർത്ത് എന്റെ മുന്നിലൊരു ഉത്തരവുണ്ട് വല്യകുഞ്ഞെ. എന്റെ വല്യകുഞ്ഞിന്റെ പെണ്ണാവാൻ പറ്റിയില്ലെങ്കിൽ ആ ഉത്തരം ശരിയാണെന്ന് ഞാൻ വിചാരിക്കും. എന്താ കല്യാണി ഇത്? നീ എന്റെ പെണ്ണാ, തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണന്റെ പെണ്ണ. കല്യാണി, എന്നെ തിരക്കുന്നുണ്ടാവും, ഞാൻ പോട്ടെ. ഇളയമ്മേ, നിങ്ങൾ എന്റെ അമ്മായിമ്മയായിട്ടുള്ള പോര് തുടങ്ങിയതേ ഇന്നലെ ഒന്നുമല്ല. നിങ്ങളുടെ പഴയ വൈരാഗ്യം തീർക്കാനുള്ള വേദിയല്ല തൃച്ചംബരം. പിന്നെ എന്റെ ഭാര്യയുടെ അമ്മയ്ക്ക് ഞാൻ താമസിക്കുന്ന വീട്ടിൽ എത്ര കാലം വേണമെങ്കിലും കഴിയാം. അത് തടസ്സപ്പെടുത്താന്ന് ഇളയമ്മ വിചാരിക്കുന്നുണ്ടെങ്കിലേ അത് നടക്കില്ല. അല്ല, അത് ഇളയമ്മയ്ക്ക് പറ്റുന്ന ഒന്ന് ചെയ്തു നോക്കൂ. നീ പൊയ്ക്കോ, എങ്ങനെയാണല്ലോ. ഓ, എന്ന് അതല്ല ശിവരാമേട്ട,
നമ്മളൊക്കെ ഇനി എത്ര നാളുണ്ടാവൂന്ന് അറിയില്ല. ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഇവള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവളുടെ സുരക്ഷിതത്വം ഞങ്ങൾക്ക് പ്രധാനം. അതിനൊരു വിട്ടുവീഴ്ചയില്ല. നല്ലത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ശിവരാമേട്ട, ഞാൻ പറഞ്ഞു വരുന്നത് ഇവരേത് സമയത്ത് വേണമെങ്കിലും വഴക്കും വക്കാണും ഉണ്ടാക്കാം. മഹേശ്വരി, നന്ദനെയും അരവിന്ദും തമ്മിൽ ഈ പറയുന്ന രീതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അഥവാ ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ നമ്മളൊന്നും ഇടപെടാതെ അവരതൊക്കെ പരിഹരിച്ചോളും. ഇല്ലേ മോളെ? അതാ ഭയം. എന്തു ഭയം? മറ്റൊന്നുമല്ല, ഈ തൃച്ചംബരത്തേക്ക് ഒരു മൂത്ത മരുമകൾ വരുമ്പോ ഓട്ടോമാറ്റിക്കായി എല്ലാ വസ്തുവകകളുടെയും അധികാരം അവൾക്ക് ലഭിക്കും. അപ്പോ ഇളയ മരുമകൾ വെറും ഒരു നിഴൽ മാത്രമാകും. ഏത് കാര്യത്തിനും വരാൻ പോകുന്ന മൂത്ത മരുമകളുടെ അനുവാദം ചോദിക്കേണ്ടി വരും. അതാ എനിക്കുള്ള ആശങ്ക. ഒരിക്കലും എന്റെ മകൾക്ക് ആ ഗതി വരരുത്. അങ്ങനെ സംഭവിക്കില്ലെന്നൊരു ഉറപ്പ് വേണം എനിക്ക്. മഹേശ്വരി ഉദ്ദേശിക്കുന്നത് പാർട്ടീഷൻ. ഒരു ജന്മം മുഴുവൻ ഒരുമിച്ച് ജീവിച്ചു തീർക്കാനുള്ളതാ നമ്മള്. നമുക്കിടയില് ഇങ്ങനൊരകലം വേണ്ട ആനന്ദ്. ഇത് നീ എഴുതി പഠിച്ച് പരിശീലിച്ചതായിരിക്കുമല്ലോ. മനസ്സുകൾ കൊണ്ട് നമ്മൾ രണ്ട് ലോകത്ത്, ഒരിക്കലും ഒരുമിക്കാനാകാത്ത ദൂരത്തിൽ. നന്മയും തിന്മയും ഒരു കാലത്ത് ഒരുമിക്കില്ല. എന്നെ ഭർത്താവാക്കി തൃച്ചംബരത്തെ മഹാറാണിയാവാനുള്ള നിന്റെ ലക്ഷ്യത്തിന് പിന്നിൽ നീ തന്നെ മറച്ചു വെച്ചിരിക്കുന്ന ചില സത്യങ്ങളുണ്ടല്ലോ. അതെന്താണെന്ന് നിന്റെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുക. നീയും ഇളയമയും കൂടി ദാസേട്ടനെ കൊന്ന് കല്യാണിയുടെ മേൽ കുറ്റം ചുമത്താനുള്ള ഹീനമായ പ്രവൃത്തി. അവിടെ അമ്മയ്ക്ക് തെറ്റി. നമുക്ക് സ്വത്തും പണവും ഒക്കെ വലുതാ. പക്ഷെ അരവിന്ദ് അതിനൊന്നും ഒരു വിലയും കൽപ്പിച്ചിട്ടില്ലമ്മ. നീ ഇനി എന്തൊക്കെ ന്യായവാദങ്ങൾ പറഞ്ഞാലും ഞാൻ ചെയ്തത് തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആ, ഒരു രക്ഷകർത്താവിന്റെ ഉത്തരവാദിത്വമാണെന്നും പറഞ്ഞ് ന്യായം കണ്ടെത്താം. ശിവരാമകൃഷ്ണൻ വഴി ഇത് മൂവ് ചെയ്യാൻ പറ്റൂ. അഖിലയോട് പറഞ്ഞാലേ മുഖത്ത് ആട്ടി തുപ്പവര്. ഞാൻ പറഞ്ഞിട്ടില്ലേ, തൃച്ചംബരത്തെ സ്വത്ത് അളന്നെടുക്കൽ തന്നെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് അളന്ന് തിട്ടപ്പെടുത്തേണ്ടത് ഒരു മരുമകളുടെ കടമ കൂടിയാണെന്ന് കൂട്ടിക്കോ. അതിന് ഷെയർ ചെയ്യണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാളെ ആ അഖിലയുടെ സ്ഥാനത്ത് ഗംഗയും വിലാസിനിയുടെ സ്ഥാനത്ത് നീയുമായിരിക്കും. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അമ്മ പറയുന്നത് ശരി തന്നെയാ. പക്ഷേ ഒരു പക്ഷയുമില്ല. നിന്റെ പേടി ഞാനും നീയും കൂടെ ചെന്ന് ശിവരാമനോട് ഷെയർ വേണമെന്ന് ചോദിച്ചത് ശിവരാമകൃഷ്ണൻ അരവിന്ദനോട് പറയുന്നല്ലേ? പോലെ പെരുമാറുന്നേ ഉള്ളൂ. എനിക്കും അമ്മയ്ക്കും ഒന്നും ഇല്ലാത്ത നല്ലൊരു മനസ്സ് അവനുണ്ട്. എല്ലാവരെയും ഇഷ്ടവും അമ്മ അവന്, പ്രത്യേകിച്ച് അവന്റെ ബ്രോയെ ആനന്ദിന്. ആനന്ദിനും തിരിച്ചതുപോലെ തന്നെയാണ്. ശരിക്കും അതങ്ങനെ തന്നെയല്ലേ വേണ്ടത്? ഉള്ളിൽ നിറയെ സ്നേഹവും പുറമെ കാർക്കശ്യമായിട്ട് നടക്കുന്ന അവനെ എനിക്കിഷ്ടം അമ്മ. അവനിപ്പോഴും എന്നോട് വെറുപ്പ് തന്നെയായിരിക്കും. എന്നാലും സാരമില്ല, ആ വെറുപ്പിനെയും ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്കിൾ, ആ ഗംഗേ, അങ്കിള് തിരക്കിലാണോ? ചില ഒഫീഷ്യൽ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അഖിലാന്റി എന്ന് വരും അങ്കിൾ? പൂജ കഴിഞ്ഞാൽ ഉടൻ എത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത്. കുറച്ചു മുമ്പ് വിളിച്ചു വച്ചതേ ഉള്ളൂ. പ്രധാനപ്പെട്ട പൂജകളൊക്കെ കഴിഞ്ഞെന്നാ പറയുന്നത്. അഖിലയുടെ ഇളയച്ചനല്ലേ, ഒന്നും പറയാനൊക്കില്ല. ഏതായാലും കല്യാണം അടുത്തതുകൊണ്ട് വളരെ വൈകില്ലെന്ന് പ്രതീക്ഷിക്കാം. മോളിരിക്കും. ചിലപ്പോ എന്ത് കാര്യം പറഞ്ഞ് ഇവിടുന്ന് ഒഴിവാക്കുമെന്ന നന്നായിട്ട് ആലോചിക്കേണ്ട തീരുമാനമാണ്. ഏതായാലും അഖില വരട്ടെ.
അങ്കിൾ അതിനുള്ള സമയമില്ല. അഖിലാന്റി വരുന്നത് വരെ മഹേശ്വരി ആന്റി ഇവിടെ നിൽക്കുന്നത് വലിയ റിസ്കാ. അങ്കിൾ തന്നെ ഒരു വഴി കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. ശരി, നോക്കാം. ഏതായാലും മോള് പോകും. എന്തെങ്കിലും വഴിയുണ്ടെന്ന് അങ്കിളൊന്ന് ആലോചിക്കട്ടെ. ശരി അങ്കിൾ. അങ്ങനെയാണോ? നന്ദനെ കുറിച്ച് സ്നേഹം കാണിച്ചപ്പോ അവള് മാറിയെന്നാ ഞാൻ വിചാരിച്ചത്. ഈ കാണിക്കുന്നൊക്കെ അമ്മയുടെയും മോളുടെ തന്ത്രമാണെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല ബ്രോ. ഇതാ നിന്റെ കുഴപ്പം. അങ്ങനെ എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അത് ഗുണത്തെക്കാളേറെ ദോഷങ്ങളെ ഉണ്ടാക്കും. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുന്ന വീട്. ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ പിണങ്ങാനോ വഴക്കുണ്ടാക്കാനോ പിരിഞ്ഞിരിക്കാനോ ഒന്നും പാടില്ല. എന്നാലും അവൾ എന്തിനാ ബ്രോ എന്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്? ബ്രോയ്ക്ക് അറിയോ, ഞാനിപ്പോ അവളെ സ്നേഹിക്കാൻ തുടങ്ങി. അവിടെ നിന്നും പോയ ശേഷം ശിവരാമേട്ടന്റെ മുഖം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. തൃച്ചംബരത്തിന്റെ അളവില്ലാത്ത സ്വത്തിലല്ലേ മഹേശ്വരിയുടെ കണ്ണ്. അതെങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അതിനുവേണ്ടി എന്ത് കുതന്ത്രവും അവര് മെനഞ്ഞുണ്ടാക്കും. അതിന്റെ ഭാഗമായിട്ടാ ശിവരാമേട്ടനെ സ്വകാര്യമായി പോയി കണ്ടത്. ആ കൂടിക്കാഴ്ച സ്വത്ത് ഭാഗം വെക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമാകാനാണ് സാധ്യത. അഖിലേച്ചിയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ അവസരം മുതലാക്കിയതാ മഹേശ്വരി. മഹേശ്വരി അമ്മ ഇവിടെ വന്നപ്പോഴെനിക്ക് അറിയായിരുന്നു എന്തോ പന്തികേടുണ്ടെന്ന്. പക്ഷേ ഇതായിരിക്കും ഉള്ളിലിരിപ്പെന്ന് ഞാനും കരുതിയില്ല. തൃച്ചംബരത്തെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി മൂത്ത മരുമകളായി വന്നു കയറുന്ന പെണ്ണല്ലേ എന്നാ മഹേശ്വരിയുടെ ചോദ്യം. അച്ഛാ, അത് തൃച്ചംബരത്തെ പരമ്പരാഗത രീതിയല്ലേ? അത് മാറ്റണം മഹേശ്വരമാരാ. ബ്രോ, നന്ദനെ തിരിച്ചു കയറി വന്നപ്പോഴേ ഞാൻ ബ്രോയോട് പറഞ്ഞതല്ലേ ഇത് ശരിയല്ലെന്ന്. ഏത് ശരിയാകില്ലെന്ന്? അരവിന്ദ്, കുട്ടിക്കളിയല്ല കല്യാണവും പിന്നീടുള്ള ജീവിതവും. ശരിയാകില്ല പോ. ശരിയും തെറ്റുമൊക്കെ നീ തീരുമാനിക്കുന്നതാണ്. അച്ഛാ, ഇനി ഇവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് പാർട്ടീഷൻ ആവശ്യമാണെങ്കിൽ അത് നടക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ജന്മം തന്ന ഈ അച്ഛൻ ഒരു വിജയപീഠത്തിലാണ് നിൽക്കുന്നത്. പരസ്പരം ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മക്കളെ കാണുമ്പോ ഏതൊരച്ഛനും ഒരു ലോകം പിടിച്ചെടുക്കിയ പ്രതീതിയാ ഉണ്ടാവുക. ഒരു ജന്മം സഫലമായതുപോലെ. തൃച്ചംബരം ആരും പങ്കുവെക്കുന്നില്ല. ഇത് തലമുറകളായി കൈമാറി വരുന്ന നേരാണ്. ഇനിയും അങ്ങനെ പോകാം. ആ അരവിന്ദ്, ഈ ഭാഗം വയ്ക്കലിന്റെ കാര്യം പറഞ്ഞത് മഹേശ്വരിയാണ്. അത് നന്ദനെ അറിഞ്ഞിട്ടില്ല. നന്ദനെ അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് മഹേശ്വരി പറഞ്ഞു. അല്ല, ഇളയം അങ്ങനെയല്ലല്ലോ, നന്ദനയും കൂടി ഉണ്ടെന്ന്. ഇളയമ്മ പറഞ്ഞതല്ല ശരി, ഞാൻ പറയുന്നതാ. നന്ദന ഇതറിഞ്ഞിട്ടില്ല. വെറുതെ അവളെ അറിയിച്ച് നീ വിഷമിപ്പിക്കണം. അവൾ തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണന്റെ മരുമകളാ. ശരി, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. വലിയതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ദാസേട്ടൻ എങ്ങനെയുണ്ട് കല്യാണി? അച്ഛൻ മനസ്സുകൊണ്ട് എനിക്ക് പിണ്ടം വെച്ച് ഉദകക്രിയം ചെയ്തു. ഇപ്പൊ എന്നോടൊരു മിണ്ടാട്ടവും ഇല്ല. ഇനിയും അച്ഛൻ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ നോക്കുമ്പോ ചില സമയത്ത് നെഞ്ചു പൊട്ടിപ്പോകുന്നത് പോലെ. എല്ലാം ശരിയാവും കല്യാണി. ആദ്യം ആ ഗംഗ ആരാണെന്ന് അവളുടെ ഉദ്ദേശം എന്താണെന്ന് കണ്ടെത്തട്ടെ. ശരി വലിയുന്നേ, ആ അച്ഛനിപ്പോ വരും. ഇനി നമ്മളിങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്ന കണ്ട അതിന്റെ കുത്തുവാക്കുകൾ കൂടി കേൾക്കേണ്ടി വരും എനിക്ക്. ഞാൻ പോട്ടെ. തൊള്ളേ. ദേവി, നീ എന്റെ വിളി കേട്ടു. ഭാഗ്യത്തിന് ഗംഗ റൂമിലില്ല.
അത് ആ, അറിയാം. കല്യാണം അടുത്ത് വരെയല്ലേ, കൊതിച്ചതല്ലല്ലോ കിട്ടാൻ പോകുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആനന്ദനെ സ്വന്തമാക്കണമെന്ന മോഹം ഉപേക്ഷിക്കണമെന്ന്. ഇപ്പോഴും ആ പ്രതീക്ഷയില നീ നടക്കുന്നെങ്കില് ഒരുപാട് കരയേണ്ടി വരും. നിന്റെ കണ്ണിന് ചോര വരുത്തിക്കും ഞാൻ. ആ, നീ റൂമിന് ക്ലീൻ ചെയ്തിട്ട് പോയാൽ മതി. കല്യാണിയാണല്ലോ. ഹലോ കല്യാണി. വല്യൂഞ്ഞേ, വല്യൂഞ്ഞ് പറഞ്ഞതുപോലെ ഞാൻ ആ മൈക്ക് ഗംഗയുടെ മുറിയിൽ വെച്ചിട്ടുണ്ട്. പഴയ സ്ഥലത്ത് തന്നെ. ഗുഡ്. ഞാൻ എന്ത് പേടിച്ചിട്ടാ ചെയ്തെന്നറിയോ? കൈയോടെ പിടിക്കുന്ന കരുതിയേ ദേവിയെ രക്ഷിച്ചേ. ആ ദേവി തന്നെയാ നമ്മുടെ കല്യാണം നടത്തി തരാൻ പോകുന്നത്. ഒന്ന് പോ വല്യൂഞ്ഞേ. വല്യൂഞ്ഞിന് എല്ലാം ഒരു തമാശയാണ്. ഓരോ ദിവസം കഴിയും തോറും എനിക്ക് ഭയം കൂടിക്കൂടി വരിക. എന്റെ കെട്ടിയോളെ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നീയും ഗംഗയായിട്ടുള്ള കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചല്ല, ഇവിടെ തൃച്ചംബരത്ത് വെച്ച. അത് അപകടമാണ്. ബ്രോ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതെ, ഉണ്ടെങ്കിൽ പറയും. ഞങ്ങളോട് അറിയുന്നത് നല്ലതല്ലേ? ഞാൻ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ കല്യാണി എനിക്ക് വേണം. കല്യാണിയുടെ കഴുത്തിൽ താലി വീഴുന്നെങ്കിൽ അത് ഞാൻ കെട്ടുന്ന താലി തന്നെ ആയിരിക്കും. ആനന്ദേ, ഇത് കുട്ടിക്കളിയല്ല. ഒരു പ്രാവശ്യം കൂടി അത് കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ദാസ് ഉണ്ടാകില്ലായിരുന്നു. നിങ്ങളാണത് ചെയ്തതെന്ന് ആരും അറിയാത്ത സ്ഥിതിക്ക് ഇനി കുറച്ചു നേരം പതിയിരിക്കാം. പതിയിരുന്നിട്ട് ആക്രമിക്കുന്നത് ഒരു ത്രില്ല, കാണുന്നവനും കൊല്ലുന്നവനും. ആ, അതുപോട്ടെ. വേറെ എന്തുണ്ട് തൃച്ചംബരത്ത് വിശേഷം? പുതിയ വിശേഷം, മഹേശ്വരി നന്ദിനിയും ശിവരാമേട്ടനോട് തൃച്ചംബരത്ത് ഷെയർ ചോദിച്ചു. ഓ, അതിനിടയിൽ അങ്ങനെയും ഒരു സംഭവം നടന്നു. അതിനുവേണ്ടിയാണ് അവർ വന്നത്. ആ, എന്നിട്ട് എന്തായി? ശിവരാമൻ സാറ് സമ്മതിച്ചു. എന്ത് വേണമെന്നാ ശ്രീനിവാസൻ പറയുന്നത്? മാഡം, തൃച്ചംബരം ഭാഗം ചെയ്യേണ്ടത് 2 ഭാഗങ്ങളായിട്ട് മാത്രമായിരിക്കണം. അപ്പോ മറ്റുള്ളവർ പ്രശ്നം ഉണ്ടാക്കില്ലേ? എങ്ങനെ? അഖിലാണ്ടേശ്വരിക്ക് അവകാശപ്പെട്ട സ്വത്തിൽ നിന്നും അവരവരുടെ മകൾക്ക് ഷെയർ കൊടുക്കട്ടെ. അതല്ലേ അതിന്റെ ശരി. ഏതിനൊരു ന്യായം വേണ്ടേ? ആന്റി, ശ്രീനിയേട്ടൻ പറഞ്ഞതാ ശരി. തൃച്ചംബരം മുഴുവൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അർഹതപ്പെട്ട അവകാശമെങ്കിലും കിട്ടിയെന്നാവുമല്ലോ. മാഡം, കാര്യങ്ങൾ എങ്ങനെ നീങ്ങിയാലും നാളെ തൃച്ചംബരത്തിന്റെ അവകാശവും അധികാരവും മാഡത്തിന് തന്നെ. മാഡത്തിന് മഹേശ്വരിയെ പോലെ ശിവരാമൻ സാറിന്റെ മുന്നിൽ അവകാശവാദം ഉന്നയിക്കും. കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടൂ. ഗംഗേ, വാ. അതാണോ നിന്റെ ഉറഞ്ഞുതുള്ളലിന് കാരണം? എടാ, നീ കുട്ടിയാ, ജീവിതം തുടങ്ങിയതേയുള്ളൂ. ചില സംഭവങ്ങളും സാഹചര്യങ്ങളും കാണുമ്പോ മക്കളുടെ കാര്യത്തിൽ രക്ഷകർത്താക്കൾക്ക് ഉത്കണ്ഠയുണ്ടാവും. പിന്നീട് ആ ഉത്കണ്ഠ തീർക്കാൻ അവർ മാർഗം തേടും. അതിലൂടെ മക്കളെ അവർ സുരക്ഷിതരാക്കും. ഞാനും അതേ ചെയ്തുള്ളൂ. എന്റെ മകളുടെയും അവളുടെ ഭർത്താവിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ശിവരാമേട്ടനോട് സ്വത്ത് വീതം വെക്കാൻ പറഞ്ഞു. അതിലെന്താ തെറ്റ്? തൃച്ചംബരത്തെ സ്വത്തിന്റെ അവകാശം വേണമെന്നാവശ്യപ്പെടാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങൾ ആര്?
അരവിന്ദ് എന്തൊക്കെയായി പറയുന്നത്? ഒറ്റയ്ക്ക് ആകുന്നതാ നല്ലതെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും നിന്റെ അമ്മയ്ക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. അരവിന്ദ് എന്താന്ന് വെച്ച് തെളിച്ചു പറയും. തെളിച്ച് തന്നെ പറയാം. എന്റെ അമ്മായിമ്മയ്ക്ക്, അതായത് നിന്റെ അമ്മയ്ക്ക് തൃച്ചംബരത്തെ ഷെയർ വേണോ അത്ര? ഞാനാണെന്ന് എല്ലാം എന്റെ പേര് എഴുതി വെച്ചോളെ. അങ്ങനെയുള്ള എന്റെ ബ്രോയുടെ ചങ്കുന്ന് പറഞ്ഞെനിക്ക് സഹിക്കില്ലടി. ബ്രോയുടെ പ്രേമത്തിന് മാത്രമല്ല, എന്റെ ബ്രോ ഒരാളെ കൊന്നിട്ട് വന്നാൽ പോലും കൂടെ നിൽക്കും ഞാൻ. ആ കുറ്റം ഞാൻ ഏറ്റെടുക്കും. അതിനി എന്നെ ആര് ബ്രോക്കർ എന്ന് വിളിച്ചാലും ശരി, അതല്ല ഇനി കൊലയാളി എന്ന് വിളിച്ചാലും ശരി, എന്റെ ലോകം എന്റെ ബ്രോയെ. അതിലൊരു സംശയം ആർക്കും വേണ്ട. സോറി അരവിന്ദ്, അമ്മ കാണിച്ച പ്രവൃത്തിക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്ക്. സാരമില്ല, പോട്ടെ. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കാതിരിക്കാൻ നീ നിന്റെ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഹലോ. അത് ഞാൻ ബ്രോയോട് സംസാരിക്കട്ടെ. നിനക്ക് അവരുടെ മുകളിൽ കുതിര കയറാനുള്ള ഒരു കാരണം കൂടെ കിട്ടിയല്ലേ? പിന്നെ ശിവരാമേട്ടൻ നല്ലതുപോലെ ആഹാരം കഴിക്കണം. അഖിലേച്ചി വരുമ്പോ ശിവരാമേട്ടൻ എങ്ങനെ മോശമായെന്ന് കണ്ടു കഴിഞ്ഞാ അറിയാലോ. ഞാൻ ശിവരാമേട്ടന്റെ കാര്യങ്ങളൊന്നും നോക്കിയില്ലേന്ന് ചോദിച്ച് എന്നെ കൊല്ലാൻ വരും. വിലാസിനി, നിനക്കെന്തോ എന്നോട് പറയാനുണ്ടല്ലോ. ഒന്നുമില്ല ശിവരാമേട്ട. ശിവരാമേട്ടൻ ഒരു ജ്യൂസ് എടുക്കാൻ ഞാൻ പറയട്ടെ? വേണ്ട വിലാസിനി, പറയാൻ വന്നത് പറയും. വെറുതെ അതും ഇതും പറഞ്ഞ സമയം കളയണ്ട. അതല്ല, മഹേശ്വരി നന്ദനയും ശിവരാമേട്ടനോട് തൃച്ചംബരത്തിന്റെ ഷെയർ ചോദിച്ചല്ല. തൃച്ചംബരത്തിന് അഖിലേച്ചി മാത്രമല്ലല്ലോ അവകാശി, ഞാനും കൂടിയാ. നീ എന്താ പറഞ്ഞു വരുന്നത്? അതായത് ശിവരാമേട്ടനുള്ള അതേ അവകാശം എന്റെ കഴുത്തിൽ താലി കെട്ടിയ സഹദേവേട്ടനും കൂടി ഉണ്ടെന്ന് ഓർക്കണം. ആദ്യം തൃച്ചംബരം രണ്ടായി ഭാഗം വെക്കട്ടെ, അതിനുശേഷം മതി മരുമക്കൾക്ക് ഷെയർ കൊടുക്കുന്നത്. എനിക്കുമില്ലേ 2 മക്കള്, അവരുടെ സുരക്ഷ എനിക്ക് നോക്കണം. അപ്പൊ അതാണ് കാര്യം. വിലാസിനി, ഈ തൃച്ചംബരം എന്റെ അനുജൻ സഹദേവന്. അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചവളെന്ന് കണ്ണില്ല. എല്ലാവരും എന്നെ ഇപ്പൊ കാണണേ. അച്ഛനും അത് ഉറപ്പിച്ച മട്ടില്ല ഇപ്പൊ എന്നോടുള്ള പെരുമാറ്റം. കുത്തിനോവിച്ച സംസാരിക്കണേ. വല്ലുഞ്ഞിനറിയോ, ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം പോലും കഴിക്കില്ല അച്ഛൻ. ഞാൻ വിഷം ചേർത്ത് കൊടുത്താലോ എന്ന ഭയോ അത്ര. കുഞ്ഞിന്റെ അറിവോടെയാണോ എന്റെ മോളെനിക്ക് വിഷഗുളിക തന്ന് കൊല്ലാൻ നോക്കിയത്? അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ 50 ജോഡികളുടെ സമൂഹ വിവാഹമുണ്ട്. അതാ. ശരി, അപ്പൊ നേരിട്ട് കാണാം. എന്തായാലും വരണേ. നന്ദനെ, നിനക്കെന്താ എന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. പിന്നെ നിന്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നേ? അമ്മ
അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ സ്വത്ത് ഭാഗം വെക്കുന്ന കാര്യമൊന്നും അങ്കിളിനോട് പറയരുതെന്ന്. പറഞ്ഞതുകൊണ്ട് എന്താ ഇപ്പൊ കുഴപ്പം? പറയാതിരുന്നാലേ കുഴപ്പം. എന്നും ഇവരുടെ അടിമയായി ജീവിച്ചു കൊള്ളാമെന്ന് നീ എന്താ ശപഥം ചെയ്തിട്ടുണ്ടോ? ഇത് കാരണം എനിക്ക് അങ്കിളിന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. നീ അങ്ങേരുടെ മുഖത്ത് നോക്കണമെന്ന് ആര് പറഞ്ഞു? എടി, ഒന്ന് കാണാതെ മറ്റൊന്ന് ചെയ്യുന്നവളല്ല ഈ മഹേശ്വരി. ഈ മഹേശ്വരി ആരാണെന്ന് എല്ലാവരും അറിയാൻ പോകുന്നതേ ഉള്ളൂ. നീ നോക്കിക്കോ, ആനന്ദിന്റെ കല്യാണത്തിന് മുൻപ് തൃച്ചംബരത്ത് പലതും നടക്കും. ഞാൻ നടത്തിക്കും. എന്താ അമ്മ ഇങ്ങനെ? എങ്ങനെ? എടി, ഞാൻ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിയാ. എന്റെ മകൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ശത്രു ആവുന്നതിലൊന്നും എനിക്ക് ഒരു പ്രശ്നവുമില്ല. എനിക്കല്പം കോട്ടം വന്നാലും എന്റെ മോൾക്കത് നേട്ടമാകും. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ന് മുതൽ ആനന്ദിനെയും കല്യാണിയെ സ്നേഹിച്ചു തുടങ്ങാൻ പോവും. അവർ രണ്ടുപേരും എന്റെ പ്രിയപ്പെട്ടവരായി മാറാൻ പോകുന്നു. അമ്മ, ഇക്കാര്യം അറിഞ്ഞ വിലാസിനെ ആന്റി വെറുതെ ഇരിക്കോ? ഇല്ല, തൃച്ചംബരത്ത് കുടുംബ കലഹം ഉണ്ടാവും. ദേ, അങ്ങനെ ഒരു കലഹം ഉണ്ടാവണം. അതാണ് ഈ മഹേശ്വരിയുടെ ആഗ്രഹം. ആ കലഹം ഈ കുടുംബത്തെ ഉലയ്ക്കും. എടി മോളെ നന്ദനെ, കലക്ക വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന വിദ്യ നിന്റെ അമ്മ കാണിച്ചു. കല്യാണിക്കറിയോ, മനസ്സിൽ പ്രണയം നാമ്പിട്ട് തുടങ്ങിയ പിന്നെ അവന്റെ ചിന്തയിലും പ്രവൃത്തിയിലും, എന്തിന് സ്വപ്നങ്ങളിൽ പോലും അവന്റെ പ്രണയിനി മാത്രമേ ഉണ്ടാവൂ. അല്ല, എന്റെ അനുഭവം കൊണ്ടാ ഞാനിതൊക്കെ പറയുന്നേ. കല്യാണിക്കും അങ്ങനെയൊക്കെ തന്നെ അല്ലേ? എന്റെ അനുഭവത്തിൽ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കും ഒന്നും വലിയ പ്രാധാന്യമില്ല വലിയ. കാരണം അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ എന്നല്ലേ പറയാറ്. എനിക്ക് അർഹതയുള്ളതാണോ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് സംശയം ബലപ്പെടുത്തുന്ന അനുഭവങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരിച്ചു പോയി, ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റണേ? ധിക്കാരം പറയുന്നോടി, നിനക്ക് നാണമില്ലടി ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാൻ. പല പ്രാവശ്യം ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. ഞാൻ ക്ഷമിക്കും തോറും നിങ്ങളുടെ ഉപദ്രവം കൂടിക്കൂടി വരിക. എന്തിനും ഒരു അതിരുണ്ടെന്ന് ഓർക്കണം. നിക്കടി. നീ എന്റെ നേരെ കൈ ചൂണ്ടാറായോ? തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണന്റെ ഭാര്യയാകാൻ പോകുന്നവളെ ശാസിക്കാനും താക്കീത് ചെയ്യാനും നീ അത്രയ്ക്ക് വളർന്നോടി. വ്യക്തമായി കാണുമല്ലോ. എന്നാൽ ഇതും കൂടി കേട്ടോ, നീയും ആനന്ദം തമ്മിലുള്ള കല്യാണം നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അതിന്റെ കാരണം കൂടി പറയാം. മഹേശ്വരിക്ക് ആ ബന്ധം ഇഷ്ടമല്ല. മഹേശ്വരിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും നടന്ന ചരിത്രമില്ല. ഇപ്പോ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണുമല്ലോ. ശരിയെന്നാ. സൂചിപ്പിച്ചില്ല, ഞാനൊന്നും ചോദിച്ചോ ഇല്ല. അതുകൊണ്ട് തന്നെയാ എന്റെ ഈ വരവ്. സ്ത്രീധന തുകയിൽ നിന്നും കുറച്ചു രൂപ മുൻകൂറായി വേണമെന്ന് നീരജിന്റെ അച്ഛൻ പറയുന്നു. ഈ കാര്യം തൽക്കാലം ആരും അറിയണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് ഒരു 10 ലക്ഷം രൂപയെങ്കിലും കല്യാണ ചെലവിനായി വേണമെന്ന് നീരജിന്റെ അച്ഛന്റെ ആവശ്യം. ലക്ഷോ? തൽക്കാലം അഥവാ പണം തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിപ്പോ പറയണം. എനിക്കത് അവരെ അറിയിക്കണം. പണം ഞാൻ തരാം. എനിക്കൊരു 2 ദിവസത്തെ അവധി തരാം. മാക്സിമം 2 ദിവസം. അതിനുള്ളിൽ തരാമെന്ന് ഞാൻ അവരോട് പറയാം. പിന്നെ
അഖില മേഡം ഇടപെട്ട കേസായതുകൊണ്ട് തൃച്ചംബരത്ത് അറിയിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇല്ല, ആരും അറിയില്ല. 2 ദിവസത്തിനകം ഞാൻ പണം തരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ ദാസേ. മറക്കണ്ട, 2 ദിവസം. ശരി. അല്ല, ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്നല്ലേ? അതല്ലേ ആലോചിക്കുന്നത്? പരസ്പരം ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സ് കാണാൻ എനിക്ക് പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ, ഒരു പ്രണയത്തിനും ഞാൻ എതിരല്ല. അതുകൊണ്ട് ഞാനൊരു സത്യം പറയാം. ഞാൻ നിന്റെ പക്ഷത്താ. എന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എന്തൊക്കെ കോലാഹലങ്ങൾ ഇവിടെ നടന്നാലും നീ ആനത്തിന് തന്നെ കല്യാണം കഴിക്കും. ഇനിയും കാശിനു വേണ്ടി അച്ഛൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക. ഒരു വഴിയില്ലല്ലോ ഭഗവാനെ. എന്താ ഇനിങ്ങോട്ട് അച്ഛന്? അച്ഛൻ വളരെ നേരായിട്ട് വല്ലാത്ത വിഷമത്തിലാ. 10 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണോ അത്രേ. അച്ഛൻ ആകെ പ്രശ്നത്തിലാ. മുഖം കണ്ട സങ്കടം തോന്നും. ബുക്കും പാസ്ബുക്കുവാ. എല്ലാ ചെക്ക് ലീഫിലും ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. എത്ര രൂപയുണ്ടെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അതൊക്കെ വല്യൂഞ്ഞിനെ അറിയൂ. ഏതായാലും 10 ലക്ഷത്തിൽ കൂടുതൽ രൂപയുണ്ട്. എടുത്തോളാൻ പറ. അച്ഛന്റെ അത്യാവശ്യം നടക്കട്ടെ. അച്ഛൻ വിഷമിക്കുന്നുണ്ടാവും. നീ അച്ഛനെ വിളിച്ച് കാശുണ്ടെന്ന് പറ. അച്ഛാ, കൊല്ലാൻ ശ്രമിച്ചിട്ടും ഞാൻ മരിക്കാതിരുന്നത് എന്റെ ദൗർഭാഗ്യം. മക്കളുടെ ഭാഗ്യം. ഈ പണം വാങ്ങിക്കുന്നതും ഒരർത്ഥത്തിൽ മരണം തന്നെയാ. പക്ഷേ വേറെ ഗത്യന്തരമില്ല. പതിവില്ലാതെ പഴയ ഓർമ്മകൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. നന്ദനെ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? എന്നെ കുറിച്ച് നന്ദനയുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് എന്താ? കാഴ്ചപ്പാടം? അഭിപ്രായം? അതിപ്പോ ഞാൻ എന്തു പറയാനാ? അതെന്താ, ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് ഒരു അഭിപ്രായവും ഇല്ലേ? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ നല്ല അഭിപ്രായ. ഇങ്ങനെ ഒരു ഒഴുക്കം മറ്റുള്ള ആൻസർ അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നേ. സത്യവാ ഞാൻ പറഞ്ഞേ. എനിക്കിപ്പോ അരവിന്ദിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം. പെട്ടെന്ന് മറ്റെന്തോ ആലോചിക്കുന്നു. എനിക്ക് ചുറ്റും കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ആലോചിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രധാനമായിട്ടും എന്റെ ബ്രോയുടെ ചില പ്രശ്നങ്ങളാണ്. അതൊക്കെ ഒന്ന് ശാന്താവണം. ബ്രോയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം.
എന്നാലേ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുള്ളൂ. നീ പറയുന്ന പോലെ നമുക്കൊരു ലൈഫ് ഉണ്ടാവണ്ടേ? ആനന്ദിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാത്തിരുന്ന് നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കണം. ഗംഗ ഇന്ന് ഫോണിൽ സംസാരിച്ചത് ഞാൻ ബ്ലൂടൂത്ത് വഴി കേട്ടു. അവള് സംസാരിച്ചത് മുംബൈയിലുള്ള ഏതൊരു ഫ്രണ്ടിനോടാണ്. ഇനി ആ ഫ്രണ്ട് ആരാണെന്ന് കണ്ടുപിടിക്കണം. അത് ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കും. എന്താ ഒന്നും മിണ്ടാൻ നിൽക്കുന്നേ? കെട്ടികൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ട്. ശരി, എങ്കിൽ ഉറക്കം ഞാനായിട്ട് കളയുന്നില്ല. ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. തൃച്ചംബരത്തെ അരവിന്ദിന്റെ ഭാര്യയുടെ അമ്മയാ ഞാൻ. ആഹാ, അത്രല്ലേ ഉള്ളൂ. തൃച്ചംബരത്തെ പരദേവതയൊന്നും അല്ലല്ലോ. എന്താ ഇവിടെ ഇങ്ങനെ ഒരു തമ്മിലടി ഉണ്ടായിട്ടില്ല. എന്താണ് രണ്ടുപേരും പ്രശ്നം? അരവിന്ദേ, നിന്റെ അമ്മായി അമ്മ കാണിക്കുന്നത് മര്യാദയാണോ എന്ന് നീ തന്നെ പറ. ദേ നോക്ക്, അവരാരുടെ കസേരയിലാ കേറിയിരിക്കുന്നേന്ന്. അതുകൊണ്ട് അവിടെ നിന്നൊന്ന് മാറിയിരുന്നാൽ അത് ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. എന്താ അനിയൻകുട്ടാ? ചേച്ചി, അച്ഛൻ പറഞ്ഞിട്ട് പോയത് കേട്ടോ? ഞാൻ അടുത്ത വർഷം മോന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണോന്ന്. ഹോസ്റ്റലിലോ? അതെന്തിന്? ചേച്ചി ഇനി മോൻ ഇവിടെ കാണില്ലെന്നും കല്യാണം കഴിഞ്ഞ് അങ്ങ് വേറെ വീട്ടിലായിരിക്കും എന്നും പറഞ്ഞു. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ അച്ഛന് തിടുക്കായിട്ടുണ്ടാവും. ഞാൻ അച്ഛന് തലവേദനയായിട്ട് മാറും. ചേച്ചി ചേച്ചി അച്ഛനും ഇല്ലാതെ എനിക്ക് ഒരിടത്തും നിൽക്കാൻ പറ്റത്തില്ല. അനിയൻകുട്ടാ, കരയാതെ. ആനന്ദ് എന്നോട് ക്ഷമിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആനന്ദിനെ ഒറ്റയ്ക്കൊന്ന് കാണാൻ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? ആദ്യം ഞാൻ ആനന്ദിനെ ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കി വന്നപ്പോ എനിക്ക് ആനന്ദിനോട് ബഹുമാനവും കൂടി. മനുഷ്യന് വേണ്ടത് മനസ്സലിവ. നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും യോജിക്കാത്ത കല്യാണി എന്ന പെണ്ണിനെ സ്നേഹിച്ചത് തന്നെ ഒരു വലിയ കാരുണ്യമാണ്.